السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അൻആം 111 മുതലുള്ള വചനങ്ങളിലേക്ക് ഏകദൈവത്വം, പ്രവാചകത്വം, പരലോകം തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളോട് മക്കയിലെ ബഹുദൈവവാദികൾ എങ്ങനെയാണ് സമീപിക്കുന്നത്, പ്രതികരിക്കുന്നത് എന്ന വിശകലനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത്തരം അടിസ്ഥാന കാര്യങ്ങളെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരം ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുമിരിക്കുന്നു അവർ. വിചിത്രങ്ങളായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. മരണപ്പെട്ടു പോയവർ പുനർജനിച്ച് തങ്ങളുടെ മുന്നിൽ വരികയും അവർക്കുണ്ടായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും വേണം. അതുമല്ലെങ്കിൽ മലക്കുകൾ പ്രത്യക്ഷപ്പെടണം. ഇങ്ങനെ എത്രയെത്ര ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. 111 വചനത്തിലേക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو أننا نزلنا إليهم الملائكة وكلمهم الموتى وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون. നാം അവരിലേക്ക് മലക്കുകളെ ഇറക്കുകയും മരിച്ചവർ അവരോട് സംസാരിക്കുകയും സർവ വസ്തുക്കളെയും നാം അവരുടെ മുമ്പാകെ കൂട്ടം കൂട്ടമായി ശേഖരിക്കുകയും ചെയ്താൽ പോലും അവർ സത്യത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. എന്നാൽ അവരിൽ അധിക പേരും അത് അറിയുന്നില്ല, അഥവാ അവർ വിവരമില്ലായ്മയാണ് പറയുന്നത്. ദൃഷ്ടാന്തങ്ങൾക്കായി മുറവിളി കൂട്ടുന്നവർ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇവിടെ അള്ളാഹു. ഏത് കാര്യവും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരവും നിയന്ത്രണത്തിലുമാണ്. ഇമാം തബരി റളിയല്ലാഹു അൻഹു പറയുന്നു, അധികം ആളുകളും ഈ യാഥാർത്ഥ്യം അറിയുന്നില്ല. കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് മാത്രമാണ് സംഭവിക്കുന്നത്. വിശ്വാസവും നിഷേധവുമെല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും തങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ വിശ്വസിക്കുകയും നിഷേധിക്കുകയും ചെയ്യാമെന്നുമാണ് അവർ കരുതിയിരിക്കുന്നത്. എന്നാൽ വസ്തുത അങ്ങനെയല്ല. തഫ്സീർ തബരി 12:47 വിശദമായി ചർച്ച ചെയ്യുന്നു. സത്യം വിശ്വസിക്കണമെന്നും സന്മാർഗം സ്വീകരിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കുന്നു. സ്വയം ആഗ്രഹിക്കാത്തവർക്ക് അതിൽ എത്തിച്ചേരാൻ കഴിയുകയുമില്ല. 112 ആയത്ത് ശ്രദ്ധിക്കുക. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ يُوحِي بَعْضُهُمْ إِلَى بَعْضٍ زُخْرُفَ الْقَوْلِ غُرُورًا وَلَوْ شَاءَ رَبُّكَ مَا فَعَلُوهُ فَذَرْهُمْ وَمَا يَفْتَرُونَ. അപ്രകാരം ഓരോ പ്രവാചകനും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളെ നാം ശത്രുക്കളാക്കിയിട്ടുണ്ട്. കബളിപ്പിക്കുന്ന ഭംഗിവാക്കുകൾ അവർ അന്യോന്യം ദുർബോധനം ചെയ്യുന്നു. താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് അവർ കെട്ടിച്ചമയ്ക്കുന്ന കാര്യങ്ങളുമായി അവരെ താങ്കൾ വിട്ടേക്കുക. സത്യസന്ദേശവുമായി എന്നൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെയും അസത്യത്തിൻ്റെ വക്താക്കൾ പ്രതിയോഗികളായി എതിർചേരിയിൽ അണിനിരന്നിട്ടുമുണ്ട്. പിശാചുക്കളും പിശാചുക്കളുടെ ദുർബോധനയിൽ അടിപ്പെട്ടുപോയ മനുഷ്യരും ആ ചേരിയിലുണ്ടാകും. വഞ്ചനാത്മകമായ ഭംഗിവാക്കുകൾ അവർ ദുർബോധനം ചെയ്തുകൊണ്ടുമിരിക്കും. സത്യം എന്നും പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. സത്യമാർഗത്തിൽ അടിയുറച്ചവർ ഇതിൽ അലോസരപ്പെടേണ്ടതില്ല. ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമം തന്നെയാണ്. അതിനാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക. സത്യസന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ദുർബോധകരെയും അവർ കെട്ടിച്ചമയ്ക്കുന്ന വ്യാജ വാർത്തകളെയും അവഗണിച്ചേക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നിർദ്ദേശം നൽകുന്നു.
വലിതസ്ഗാ ഇലൈഹി അഫ്ഇദത്തുല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി വലിയർളൗഹു വലിയഖ്തരിഫൂ മാ ഹും മുഖ്തരിഫൂൻ. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ മനസ്സുകൾ അതിലേക്ക്, അതായത് ആ ഭംഗി വാക്കുകളിലേക്ക് ചായുവാനും അവർ അതിൽ സംതൃപ്തരാകുവാനും അവർ ചെയ്തു കൂട്ടുന്നതെല്ലാം ചെയ്തു കൂട്ടുവാനും വേണ്ടിയത്രേ അത്. ഓരോ മനുഷ്യർക്കും അള്ളാഹു വിവേചന ബുദ്ധി നൽകിയിട്ടുണ്ട്. ഓരോരുത്തരും തെരഞ്ഞെടുക്കുന്ന കർമ്മമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ അള്ളാഹു സൗകര്യം ചെയ്യുന്നു. നിർബന്ധപൂർവം ആരെയും സന്മാർഗത്തിൽ പിടിച്ചു നിർത്തുന്നില്ല. ജനങ്ങളുടെ മേൽ ബലം പ്രയോഗിക്കാൻ പ്രവാചകനും അനുശാസിക്കപ്പെട്ടിട്ടില്ല. അഫഗൈറല്ലാഹി അബ്തഗി ഹകമൻ വഹുവല്ലദീ അൻസല ഇലൈകുമുൽ കിതാബ മുഫസ്സലാ വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅലമൂന അന്നഹു മുനസ്സലും മിർ റബ്ബിക ബിൽ ഹഖ് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. പറയുക, അപ്പോൾ വിധികർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ? അവനാകട്ടെ വിശദ വിവരങ്ങളുള്ള വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നവനാകുന്നു. അത് സത്യവുമായി താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന് നാം മുമ്പ് വേദം നൽകിയിട്ടുള്ളവർക്ക് അറിയാം. അതിനാൽ താങ്കൾ ഒരിക്കലും സംശയാലുക്കളിൽ പെട്ടുപോകരുത്. മുശ്രിക്കുകൾ മുന്നോട്ട് വച്ച നിർദ്ദേശമായിരുന്നു തങ്ങൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിലുള്ള തർക്കം പരിഹരിക്കുവാൻ മുൻ വേദക്കാരിലെ പുരോഹിതന്മാരെ മധ്യസ്ഥരും വിധികർത്താക്കളുമാക്കണം എന്നത്. പ്രവാചകനെ സംബന്ധിച്ച് വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള പ്രവചനങ്ങളും വിവരണങ്ങളും അവർ തങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ എന്നതായിരുന്നു അവരുടെ ന്യായം. ഈ പശ്ചാത്തലത്തിലാണ് 114 ആയത്ത് അവതരിക്കുന്നത്. അൽ ബഹറുൽ മുഹീത്ത് 4:206 വ്യക്തമാക്കുന്നു, താങ്കൾ സംശയാലുക്കളിൽ പെട്ടുപോകരുത് എന്ന നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിലും അവിടുത്തെ സമുദായത്തോട് ആകമാനമാണിതെന്ന് തഫ്സീർ അബു സഊദ് 4:274 വിവരിക്കുന്നു. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ലാ ലാ മുബദ്ദില ലികലിമാതിഹി വഹുവസ് സമീഉൽ അലീം. താങ്കളുടെ രക്ഷിതാവിന്റെ വചനം സത്യത്തിലും നീതിയിലും പരിപൂർണമായിരിക്കുന്നു. അവന്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ ആരുമില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. വഇൻ തുതിഉ അക്സറ മൻ ഫിൽ അർളി യുളില്ലൂക അൻ സബീലില്ലാഹ് ഇൻ യത്തബിഊന ഇല്ല ളന്ന വഇൻ ഹും ഇല്ലാ യഖ്റുസൂൻ. ഭൂമിയിലുള്ളവരിൽ അധിക പേരെയും താങ്കൾ അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് താങ്കളെ അവർ തെറ്റിച്ചു കളയുന്നതാണ്. ഊഹത്തെ മാത്രമാണ് അവർ പിന്തുടരുന്നത്. അവർ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന റബ്ബക ഹുവ അഅലമു മൻ യളുല്ലു അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. തന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ ആരാണെന്ന് തീർച്ചയായും താങ്കളുടെ രക്ഷിതാവിന് അറിയാം. നേർവഴി പ്രാപിച്ചവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനും അവൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സമ്പൂർണവും സമഗ്രവുമാണ്. അന്ത്യനാൾ വരേക്കും അതിൻ്റെ തനിമയിൽ തന്നെ അത് നിലനിൽക്കുകയും ചെയ്യും. അതിൽ മാറ്റം വരുത്താൻ ആരാലും തന്നെ സാധ്യമല്ല. ഭൂമിയിൽ അധിവസിക്കുന്ന അധിക പേരും കൃത്യമായ ലക്ഷ്യത്തിൽ നിന്ന് മാറി ഊഹങ്ങളെയാണ് അവലംബമാക്കുന്നത്. അനുമാനങ്ങളെ പിന്തുടരുകയാണവർ. പ്രപഞ്ചനാഥനായ അള്ളാഹു കാട്ടിത്തന്ന ശരിയായ മാർഗത്തിൽ നിലയുറപ്പിച്ചവർ ആരെന്നും മാർഗം തെറ്റി സഞ്ചരിക്കുന്നവർ ആരെന്നും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. തുടർന്നു വരുന്ന വചനങ്ങളിൽ, അതായത് 118 മുതലുള്ള വചനങ്ങളിൽ ചില നിയമവിധികളാണ് അള്ളാഹു വിവരിക്കുന്നത്. ഭക്ഷ്യ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ നൽകുന്നത്. വ്യത്യസ്ത സമൂഹങ്ങൾ വിവിധങ്ങളായ സമ്പ്രദായങ്ങളും നാട്ടാചാരങ്ങളും കീഴ്വഴക്കങ്ങളും പിന്തുടരുമ്പോൾ അള്ളാഹു വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. ഭക്ഷ്യ നിയമത്തിൽ മനുഷ്യൻ സ്വയം നിർമ്മിച്ച
നിയമങ്ങളെയും സങ്കല്പങ്ങളെയും ദുർബലപ്പെടുത്തുകയും ഭക്ഷ്യനിയമം ശുദ്ധീകരിച്ചെടുക്കുകയുമാണ് ഇവിടെ. അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുത്ത ഭക്ഷണയോഗ്യമായ മൃഗത്തിൻ്റെ മാംസം ആഹരിക്കൽ അനുവദനീയമാണ്. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അറുക്കപ്പെടേണ്ടത് എന്ന വ്യക്തമായ നിർദ്ദേശം വന്നപ്പോൾ മക്കയിലെ ബഹുദൈവവാദികൾ എതിർപ്പുകളുമായി രംഗത്ത് വന്നു. മുഹമ്മദ് നമ്മുടെ പാരമ്പര്യ വിശ്വാസത്തെയും നന്മകളെയും തള്ളിപ്പറയുന്നു എന്നതായിരുന്നു അവരുടെ ആരോപണം. തുടർന്ന് കേൾക്കുക. ഫകുലൂ മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി ഇൻ കുന്തും ബിആയാതിഹി മുഅ്മിനീൻ. അതിനാൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ. വമാലക്കും അല്ലാ തഅകുലൂ മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മാ ഉത്രിർതും ഇലൈഹി വഇന്ന കസീറൻ ലയുളില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽം ഇന്ന റബ്ബക ഹുവ അഅലമു ബിൽ മുഅ്തദീൻ. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ എന്തിന് ഭക്ഷിക്കാതിരിക്കണം? നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത് അവൻ നിങ്ങൾക്ക് വിശദമാക്കി തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ തിന്നുവാൻ നിർബന്ധിതരായി തീർന്നതൊഴികെ ധാരാളം പേർ യാതൊരു വിവരവുമില്ലാതെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ആളുകളെ പിഴവിലാക്കി കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് അതിക്രമകാരികളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. വദറൂ ളാഹിറൽ ഇസ്മി വബാത്തിനഹു ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ സയുജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ. പാപത്തിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും നിങ്ങൾ വെടിയുക. പാപം സമ്പാദിച്ചു വെക്കുന്നവരാരോ അവർ ചെയ്തു കൂട്ടുന്നതിന് തക്ക പ്രതിഫലം തീർച്ചയായും അവർക്ക് നൽകപ്പെടുന്നതാണ്. വലാ തഅകുലൂ മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ് വഇന്ന അശ്ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും വഇൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. തീർച്ചയായും അത് അധർമ്മമാണ്. നിങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് തീർച്ചയായും ദുർബോധനം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ അള്ളാഹുവോട് പങ്കു ചേർക്കുന്നവരായി പോകും. ചത്ത ജീവിയെ കൊന്നത് അള്ളാഹുവാണ്, അത് ഭക്ഷിക്കാൻ പാടില്ല. മനുഷ്യൻ അറുത്തത്, അതായത് അങ്ങനെ മരണം സംഭവിച്ചത് ഭക്ഷിക്കാം. ഇതെന്ത് ന്യായമാണ് എന്നതായിരുന്നു മക്കാ മുശ്രിക്കുകൾ ഉന്നയിച്ച വാദം. ഇത്തരം വിചിത്രങ്ങളും കൗതുകകരവുമായ ചോദ്യങ്ങൾ പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കും. അതുമായി അവർ മുസ്ലിങ്ങളുമായി നിരന്തരം തർക്കിച്ചുകൊണ്ടിരിക്കും. തർക്കങ്ങളിലൂടെ സത്യം കണ്ടെത്തുക എന്നതല്ല അവരുടെ ലക്ഷ്യം. ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ യാതൊരു അറിവുമില്ലാതെ ജൽപ്പനങ്ങൾ പുലമ്പുകയാണവർ. അത്തരക്കാർക്ക് അടിപ്പെട്ടു പോകരുതെന്ന് അള്ളാഹു ഉണർത്തുന്നു. സന്മാർഗിയെയും ദുർമാർഗിയെയും അള്ളാഹു വ്യക്തമായി തിരിച്ചറിയും. ഓരോരുത്തർക്കും അവരർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് ഇവിടെ സൂചന എന്ന് ഇമാം അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ ബഹറുൽ മുഹീത്ത് 4210 വ്യക്തമാക്കുന്നു. അള്ളാഹുവിൻ്റെ നാമം ചൊല്ലി അർത്തവകളെയാണ് ഭക്ഷിക്കൽ അനുവദനീയം. ചത്തവകളെയും അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അർത്തവകളെയും ഭക്ഷിക്കൽ അനുവദനീയമല്ല, അത് നിഷിദ്ധമാണ്. സൂറത്തുൽ അൻആം 111 മുതൽ 121 വരെ ആയത്തുകളാണ് നാം മനസ്സിലാക്കിയത്. 122 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.